സ്മൃതി 10 ദിവസം പിന്നിട്ടു. നാളെ 11 മണിക്ക് ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നു. ഇന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ കരുതി, ഇന്നുണ്ടായില്ല. പല കാരണങ്ങൾ കൊണ്ടാണ്. എല്ലാ ക്യാമ്പും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എന്നുള്ളതാണ്. ഇന്ന് വി ഡി സതീശൻ്റെ പറവൂരിൽ ദേശത്തെ വീട്ടിൽ തിങ്ങിക്കൂടിയ ആളുകളെ കണ്ടു, നേതാക്കളടക്കം. എല്ലാ സ്ഥലത്തും പടക്കം റെഡിയാണ്, പായസം വയ്ക്കാനുള്ള അരി റെഡിയാണ്, ലഡു പോലും റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഒരു വീട്ടിൽ നാളെ പടക്കം പൊട്ടും, ബാക്കി 2 ഇടങ്ങളിൽ ആ പടക്കം മാറ്റി വയ്ക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. മടുപ്പിക്കുന്ന വൈകലാണോ? മടുപ്പിക്കുന്ന വൈകലാണ്. നമ്മളെ സംബന്ധിച്ച് മടുപ്പിക്കുന്ന വൈകലാണ്. ഘടകകക്ഷികളെ സംബന്ധിച്ച് മടുപ്പിക്കുന്ന വൈകലാണ്. എല്ലാറ്റും ഉപരി ജനത്തെ സംബന്ധിച്ചാണ് ഏറ്റവും മടുപ്പിക്കുന്ന വൈകലാണെന്നുള്ളത്. ജനം അതിശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ തെരുവിൽ കണ്ട പ്രതിഷേധങ്ങളുണ്ട്, ഫ്ലക്സുകൾ നശിപ്പിക്കുന്ന പ്രതിഷേധമുണ്ട്, പല രൂപത്തിലാണ്. സൈബർ ഇടത്തിൽ മാന്യമല്ലാത്ത രീതിയിലും മാന്യമായ രീതിയിലും പ്രതികരിക്കുന്ന പ്രതിഷേധങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഇലക്ഷൻ വയ്ക്കാമോ, ആ വോട്ട് തിരിച്ചെടുക്കാൻ വഴിയുണ്ടോ എന്ന് ചോദിക്കുന്ന പ്രതികരണങ്ങളും ഇതിനിടയ്ക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ വലിയ മടുപ്പ് ഉണ്ടാക്കിയതാരാണ്? ഈ മടുപ്പിക്കുന്ന ഒരു രൂപത്തിലേക്ക് ഇത്രയും നല്ല ഒരു ഗംഭീരമായ ഫലമുണ്ടായിട്ടും ആ മടുപ്പിക്കുന്ന രൂപത്തിലേക്ക് ആരാണ് എത്തിച്ചത് എന്നുള്ള ചോദ്യം വരുമ്പോൾ ഞാൻ ഹൈക്കമാൻഡ് ആണെന്ന് പറയും. ഹൈക്കമാൻഡ് ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ ജനവികാരം പ്രതിഫലിപ്പിക്കുന്ന, അല്ലെങ്കിൽ ജനവികാരം മനസ്സിലാക്കിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് വരുന്നതിൽ ഹൈക്കമാൻഡ് പരാജയപ്പെടുകയായിരുന്നു. ഹൈക്കമാൻഡ് അത് വൈകുകയായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ തരത്തിലുള്ള സമ്മർദ്ദങ്ങളിൽപ്പെട്ട് ശരിയായ തീരുമാനത്തിലേക്ക് എത്താൻ വൈകുന്ന സാഹചര്യമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ ഏതായാലും ഏറ്റവും ഒടുവിൽ ഔദ്യോഗികമായ പ്രതികരണം വന്നിരിക്കുന്നല്ലോ, ജയറാം രമേശിന്റെ പ്രതികരണം. നാളെയാണ് ആ തീരുമാനം ഉണ്ടാവുക എന്ന്. അപ്പോൾ നാളെ 11 മണി എന്നുള്ള കാര്യം നമ്മൾ സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ MLA-മാരോട് മുഴുവൻ തലസ്ഥാനത്തേക്ക് വരാൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ വരട്ടെ. പക്ഷേ ഇതിനിടയ്ക്ക് വന്ന പ്രതികരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഘടകകക്ഷികൾ നടത്തിയ പ്രതികരണങ്ങൾ, ഘടകകക്ഷികൾ ഇന്ന് ശക്തമായി പ്രതികരിക്കാൻ കാരണം എന്താണ്? പലപ്പോഴും ഈ ആരാകണം മുഖ്യമന്ത്രി എന്ന ഒരു പ്രതികരണം പോലും പരസ്യമായി നടത്താത്ത നേതാക്കൾ പോലും ഇന്ന് പ്രതികരിക്കുന്ന രൂപത്തിലേക്ക് വന്നത് കഴിഞ്ഞ ദിവസം MM ഹസൻ നടത്തിയ പ്രതികരണമാണ്. ഘടകകക്ഷികൾക്ക് ഇതിൽ കാര്യമില്ല എന്ന് പറഞ്ഞു. ഘടകകക്ഷികൾക്ക് കാര്യമില്ലാതിരിക്കുന്ന എങ്ങനെ? ഘടകകക്ഷികളുടെ പിന്തുണ കൊണ്ടുകൂടിയാണ് ഈ ഒരു അക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ലീഗ് എടുത്തിരിക്കുന്ന നിലപാട് അത് കോൺഗ്രസിന് എത്രത്തോളം സഹായകമായിരുന്നു എന്നുള്ള കാര്യം കോൺഗ്രസിനും ബോധ്യമുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ലീഗ് ഒരു നേതാവിൽ തന്നെ ഊന്നുന്നു. അത് ജനപക്ഷത്തു നിന്നുള്ള തീരുമാനമാണെങ്കിൽ അത് VD സതീശനാകണം എന്ന തീരുമാനം പറഞ്ഞതിൻ്റെ പുറത്താണ് ആ ഒരു എതിർപ്പും പ്രതികരണങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായത്. മാത്രമല്ല, ഒരു ഘടകകക്ഷികളും പറയേണ്ട എന്ന രൂപത്തിൽ ഹസൻ പറഞ്ഞതുകൊണ്ടാണ് അതിൽ ഷിബു ബേബി ജോൺ അതിശക്തമായി പ്രതികരിച്ചത്. കൂടെ നടക്കേണ്ടതുകൊണ്ട് മറ്റു വാക്ക് പറയുന്നില്ല എന്ന് പറയുമ്പോൾ അത് ശക്തമായ വികാരമാണ്. NK പ്രേമചന്ദ്രൻ വളരെ ശക്തമായ പ്രതികരണം നടത്തിക്കഴിഞ്ഞു. ഞങ്ങളോട് ചോദിച്ചതുകൊണ്ടാണ് ഞങ്ങൾ നിലപാട് പറഞ്ഞത്, അല്ലാതെ ഞങ്ങൾ ഈ പറഞ്ഞു നടക്കുന്ന ആളുകളല്ല, ഞങ്ങളോട് ചോദിക്കുമല്ലോ. ഉറപ്പായിട്ടും ഘടകകക്ഷികൾക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങളത് പറയേണ്ട കാര്യമില്ല, ഇനി ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഇത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമെന്ന് പറയാൻ പറ്റില്ല. ഇത് ജനങ്ങളുടെ കാര്യമാണ്, ജനങ്ങളുടെ അവകാശം കൂടിയാണ്. കാരണം ആ നിലയ്ക്ക് നോക്കൂ, ഈ കാലം മാറുന്നതിനനുസരിച്ച് പ്രതികരണങ്ങൾ വേറെ രൂപത്തിലേക്കൊക്കെ മാറുന്നുണ്ട്. അത് നമ്മൾ എല്ലാ തരത്തിലും, നമ്മൾ മാധ്യമപ്രവർത്തകരും ഒക്കെ അനുഭവിക്കുന്നതാണ്. ആ പ്രതികരണങ്ങൾ നല്ലതും കെട്ടതും ഒക്കെയുണ്ട്. അത് ഏതെങ്കിലും ഒരു നേതാവ് ആഹ്വാനം ചെയ്ത് നടത്തുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനൊരു ഈ പറയുന്ന ജനകീയ പ്രതിഷേധം തന്നെയാണ്. VS-ന് ശേഷം ആ തരത്തിൽ ജനകീയ പിന്തുണ നേടിയിരിക്കുന്ന ഒരു നേതാവ് എന്ന രീതിയിൽ VD സതീശൻ അങ്ങനെ വ്യത്യസ്തനാകുന്നുണ്ട്. അദ്ദേഹം എങ്ങനെ വ്യത്യസ്തനാകുന്നു? പറയുന്നതിലെ വ്യക്തത, പറയുന്നതിലെ സത്യസന്ധത എന്നതാണ് ആ നേതാവിനെ വ്യത്യസ്തനാക്കുന്നത്. ഇനി മറിച്ചാകുന്നെങ്കിൽ, അദ്ദേഹം ഒരു സ്ഥാനത്തേക്ക് എത്തുമ്പോൾ മറിച്ചാവുന്നെങ്കിൽ അത് വ്യക്തമാകുന്നേ താൻ അധികാരം ആഗ്രഹിക്കുന്ന ഒരു നേതാവാണെന്നും ആ അധികാരത്തിലെത്തിയാൽ തനിക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് നല്ല വ്യക്തതയുണ്ട് എന്ന് പറഞ്ഞൊരു നേതാവാണ്. അങ്ങനെയാണ് അദ്ദേഹം വ്യത്യസ്തനാകുന്നത്. താൻ MLA ആയി അധികാരം ഏറ്റെടുത്തപ്പോൾ MLA ആയി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വ്യക്തത ഉണ്ടായെന്ന് പറയുന്നു. മന്ത്രിയാകാൻ ആഗ്രഹിച്ചു, ആ ആഗ്രഹം നടപ്പാകാതെ പോയതെങ്ങനെയാണെന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയതാണ്. ഇനി മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഓരോ വകുപ്പുകളിലും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, കഴിഞ്ഞ 10 വർഷത്തെ കാര്യങ്ങളിൽ നിന്നും എന്തൊക്കെ വ്യത്യസ്തമായി ചെയ്യണമെന്നതിനെക്കുറിച്ച് വ്യക്തതയുണ്ട്. ആ വ്യക്തത പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വോട്ട് തേടിയെന്നേ. അതുകൊണ്ടാണ് ഈ വലിയ രീതിയിലുള്ള ജനപിന്തുണ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന ജെൻസി വിഭാഗത്തിൽ നിന്നുകൂടി ആ പിന്തുണ ലഭിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സാമുദായിക നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ, അതിനോട് ശക്തമായി പ്രതികരിച്ച നിലപാട്, അതൊക്കെ തന്നെയും പ്രധാനമാണ്. ഇന്ന് നോക്കൂ, ഇന്ന് പ്രതികരണം വന്നിരിക്കുന്ന ആരുടെയാണ്? സുകുമാരൻ നായർ ഇപ്പോൾ ആധികാരികമായി പറയുകയാണ് ഘടകകക്ഷിയാണ് ഈ കാര്യങ്ങൾ വഹിപ്പിക്കുന്നത്. അത് പറയാൻ സുകുമാരൻ നായർ ആരാണ്? സുകുമാരൻ നായർ അത് പറയുമ്പോൾ ഘടകകക്ഷികളുടെ അവകാശത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ സമുദായ നേതാവ് തന്നെ ഇവിടെ ഈ താക്കോൽ സ്ഥാനത്തിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ സമുദായ നേതാക്കൾക്ക് സമ്മർദ്ദം ചെലുത്താം, മുസ്ലിം ലീഗിന് സമ്മർദ്ദം ചെലുത്താൻ പറ്റില്ല, ഘടകകക്ഷികൾക്ക് സമ്മർദ്ദം ചെലുത്താൻ പറ്റില്ല എന്നെങ്ങനെയാണ് പുറത്തുനിന്ന് ഇങ്ങനെ ഒരാൾ പറയുക? മാത്രമല്ല, ഈ സമുദായ നേതാവ് തന്നെ കഴിഞ്ഞ സർക്കാരിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയാണെന്നേ. ഇപ്പോൾ അടുത്ത സർക്കാർ വരുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ അന്നത്തെ പ്രതിപക്ഷം ജയിക്കുമ്പോൾ എന്ത് അവകാശവാദവുമായിട്ടാണ് വരുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. ഇത് മതനിരപേക്ഷമായി ജനം പിന്തുണയ്ക്കുകയും ജനം വോട്ട് ചെയ്യുകയും ചെയ്ത ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പാണെന്നേ. മറ്റു തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പാണ്. ആ നിലയ്ക്കാണ് തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമാകുന്നത്. ആ നിലയ്ക്കാണ്
ഈ തെരഞ്ഞെടുപ്പിൽ ജനത്തിന്റെ പ്രതീക്ഷ വ്യത്യസ്തമാകുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തീരുമാനം ഉണ്ടാകുമോ എങ്കിൽ മടുപ്പിക്കുന്ന വൈകലോ എന്നല്ല, മടുപ്പിക്കുന്ന തീരുമാനം എന്നതിലേക്ക് എത്തുമോ എന്നുള്ളതാണ് എൻ്റെ ആശങ്ക. എനിക്കറിയില്ല നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇതിൽ ഒരു 10 തവണയെങ്കിലും ഞാൻ ഈ സ്ഥാനത്തിലേക്കില്ല എന്ന് പറഞ്ഞ ആൾ കൂടി റേസിലുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇല്ല എന്ന് 10 തവണ മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു നേതാവാണ് ഇതിൽ മത്സരത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന KC വേണുഗോപാലിന്റെ പേര് അങ്ങനെയാണ് ഞാൻ കേൾക്കുന്നത്. രമേശ് ചെന്നിത്തലയും VD സതീശനും മത്സരിക്കുമ്പോൾ അങ്ങനെയെങ്കിൽ മത്സര രംഗത്തേക്ക് വരണമായിരുന്നു. പലതവണ പറഞ്ഞായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഏതായാലും ഈ 3 പേരിൽ ആരെ തീരുമാനിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും ഹൈക്കമാൻഡ് തീരുമാനത്തിന്റെ പക്വത. ഇത്രയും വൈകിച്ചു, നാളത്തെ തീരുമാനം നല്ല തീരുമാനമാകട്ടെ. ഈ സമുദായ നേതാക്കളുടെ രാഷ്ട്രീയാഭിപ്രായം സ്വരൂപിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പിന്തുണ തേടുന്നതിന് വേണ്ടി സമുദായങ്ങളുടെ അടുത്തേക്ക് കോൺഗ്രസ് നേതാക്കൾ പോകുന്നതിന് കുഴപ്പമില്ല. സമുദായ നേതാക്കൾ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്, ഘടകകക്ഷികൾ ഇടപെടുന്നത് ശരിയല്ല എന്ന് പറയുന്നത് എങ്ങനെ പ്രശ്നം വരിക? എല്ലാവരുടെയും പിന്തുണ തേടുന്നതിനൊപ്പം ആ ഒരു പിന്തുണ ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അവിടെ പോയി താണ് കേണ് കണ്ട് അയ്യോ തന്നില്ലെങ്കിൽ ഞങ്ങൾ തോറ്റുപോകുമെന്ന് പറയുകയും അവർക്ക് സമ്മർദ്ദ ശക്തിയാകാൻ ഇടവരുത്തുകയും ചെയ്യുന്ന സാഹചര്യമാണ് മോശം. ആ മോശം സാഹചര്യത്തിലേക്ക് ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് പോയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ മനസ്സിലാക്കൽ. അങ്ങനെ ആര് ചെയ്താലും ഏത് പാർട്ടി ചെയ്താലും അത് മോശമാണെന്നുള്ളതാണ്. ഇന്ന സമുദായം എന്നില്ല കേട്ടോ. ഇതിൽ ഇപ്പോൾ NSS ആയാലും SNDP യോഗമായാലും അപ്പുറത്ത് ക്രിസ്ത്യൻ സംഘടനകളായാലും ഒരു തരത്തിലും ആരും ആ രൂപത്തിൽ സമ്മർദ്ദം ചെലുത്താൻ പോകേണ്ടതില്ല എന്നുള്ളതാണ്. അതുകൂടാതെ സാമുദായികമായി എല്ലാവർക്കും പങ്കുവയ്ക്കുന്ന ഒരു രീതി രാഷ്ട്രീയ പാർട്ടിയിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിന് അതുണ്ട്. അതായത് ഓരോ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ചുകൊണ്ട് അവർക്ക് ഇത്രത്തോളം പ്രാതിനിധ്യം വേണം എന്നുള്ളത് അതൊരു നല്ല ചിന്തയാണ്. ആ പ്രാതിനിധ്യം നൽകുന്നതിനെ ഒരു അവകാശവാദമായി വേറൊരു രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്തിനെതിരെ വർഗീയമായ പ്രതികരണം വരുന്നതാണ് ഏറ്റവും അപകടകരമായ കാര്യം. കാരണം 2011 അത്തരമൊരു പ്രതികരണം നടത്തിയതിൽ അപ്പുറം കാര്യങ്ങൾ മാറിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ BJP എന്ന ഒരു പാർട്ടി കൂടുതൽ ശക്തമായ ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി മാറിയ സാഹചര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെയൊക്കെ വ്യത്യസ്തമായിരുന്നു. ഇനിയിപ്പോൾ ഈ അവകാശവാദവുമായി ഈ പ്രതികരണവുമായി ഇപ്പോൾ ലീഗിന് ഏത് മന്ത്രിസ്ഥാനം കൊടുക്കണം, ലീഗ് അത് ചോദിക്കരുത് ഇത് ചോദിക്കരുത് എന്ന മട്ടിൽ പ്രതികരണം നടത്തുന്നത് മോശമാണെന്നേ. ലീഗ് ഒരു പ്രതികരണവും ഞാൻ പറഞ്ഞിട്ടെ, ലീഗ് ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ലീഗ് അങ്ങനെ ഒരു അവകാശവാദമായി വരില്ല എന്ന് ഈ മണിക്കൂറിലും അവർ പറഞ്ഞതാണ്. മറ്റൊരു കാര്യം, ലീഗ് എന്ന ഘടകകക്ഷിക്ക് പറയാൻ ഒരു റൈറ്റുമില്ല എന്ന് പറയുമ്പോഴേ ഈ വയനാട്ടിലെ വീടുകളുടെ കാര്യത്തിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാകുന്ന സമയത്ത് വളരെ വേഗത്തിൽ 51 വീടുകൾ കൊടുത്തുകൊണ്ട് ആ ഒരു ആരോപണത്തിന്റെ മുനയൊടിക്കാൻ ലീഗ് ശ്രമിച്ചതും ലീഗിന്റെ സ്തുത്യർഹമായ നടപടിയെ നമ്മളൊക്കെ പ്രകീർത്തിച്ചതാണ്. അത് കോൺഗ്രസ് കൂടി ഓർക്കേണ്ട ഒരു കാര്യമായിരുന്നു. കോൺഗ്രസിൽ ഈ പറയുന്ന എല്ലാ കോൺഗ്രസ് നേതാക്കളെയും ഞാൻ പറയുന്നില്ല, ഈ വിപരീത പ്രതികരണങ്ങൾ നടത്തുന്ന നേതാക്കൾ അതുകൂടി ഓർക്കേണ്ടതായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും മാനം കാക്കാൻ ഞങ്ങൾ ഇറങ്ങുന്നു എന്ന രൂപത്തിൽ അത് ചെയ്ത കാര്യം നന്ദിയോടെ സ്മരിക്കേണ്ടതുണ്ട് എന്ന് കൂടിയാണ് എനിക്ക് എന്റെ ചോദ്യം അതായിരുന്നില്ല. AK ആന്റണി 2005 അന്ന് നടത്തിയ പ്രസ്താവനയുണ്ടല്ലോ, അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവർക്ക് അർഹമായതിലും അധികം അവർ ക്ലെയിം ചെയ്യുന്നു. അതായിരുന്നല്ലോ അന്ന് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം തെറിക്കാനിടയായ ഒരു സാഹചര്യം, തെരഞ്ഞെടുപ്പിലെ പരാജയത്തിനൊപ്പം. അത് വർഗീയമായ പരാമർശമാണോ? അതെന്തായിരുന്നു സാഹചര്യം? എന്തിനാണ് ആന്റണി പറഞ്ഞത്? അന്നും ഇന്നും ഒരേ എന്ത് കാര്യത്തിനാണ് പറഞ്ഞത്? അതായത് എന്ത് കാര്യത്തിനായിരുന്നു പറഞ്ഞത്? എന്താണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം അനാവശ്യമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുന്നു. പല പ്രധാനപ്പെട്ട കാര്യങ്ങളും അവർ അനർഹമായിട്ട് നേടുന്ന. ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? അന്ന് പറഞ്ഞ ശരിയാണെന്നാണോ? അന്ന് പറഞ്ഞ ശരിയാണോ? അല്ല, ഡോക്ടർ ആന്റണി പറയുമ്പോൾ അത് വർഗീയമല്ലാതിരിക്കുകയും സുകുമാരൻ നായർ പറയുമ്പോൾ വർഗീയമാവുകയും ചെയ്യുന്നത് എങ്ങനെയാ? അനാവശ്യമായ ഇടപെടലുകളും അത് എന്താണ് AK ആന്റണി പറഞ്ഞത്? അങ്ങനെ ഇടപെടരുതെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇടപെടൽ മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾക്ക് അർഹിക്കുന്നതിലും കൂടുതൽ കിട്ടി, അതുകൊണ്ടാണ് എന്താ പറഞ്ഞത്. ശരി, അതുകൊണ്ട് എന്താ സംഭവിച്ചത്? രാജിവെക്കേണ്ടി വന്നല്ലോ. അത് വർഗീയമാണോ ആ പ്രസ്താവന? അത് വർഗീയമാണ്. എന്താണ് താങ്കളുടെ അഭിപ്രായം? താങ്കൾ എന്താ AK ആന്റണിയെ പറഞ്ഞു? സമുദായം കേരളത്തിൽ നോക്കൂ, മുസ്ലിം ഇവിടെ ക്രൈസ്തവ ന്യൂനപക്ഷമാവട്ടെ, വെള്ളാപ്പള്ളി ആവട്ടെ, സുകുമാരൻ നായർ ആവട്ടെ, ഈ സമുദായങ്ങൾ സമ്മർദ്ദ ശക്തികളായി പ്രവർത്തിക്കുമ്പോൾ എല്ലാവരും കൃത്യമായ അനുപാതം കാത്തുരക്ഷിക്കുന്നതാണ് അതിന്റെ മനോഹാരിത. ഈ നേതാക്കൾ പറഞ്ഞ് ചോദിക്കുമ്പോഴെല്ലാം മനോഹാരിത. രാഷ്ട്രീയ പാർട്ടികൾ അത് കണ്ടറിഞ്ഞ് ചെയ്താൽ മതി. രാഷ്ട്രീയ പാർട്ടികളോട് ഈ സമുദായ നേതാക്കൾ വർഗീയത പറഞ്ഞാലേ ഉള്ളൂ. പ്രശ്നം വർഗീയത പറഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അനധികൃതമായ ചില കാര്യങ്ങൾ നേടുന്നു, അല്ലെങ്കിൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് കാര്യങ്ങൾ സ്വന്തമാക്കുന്നു എന്ന് പറയുന്നത് ഇങ്ങനെ വർഗീയമാവുക. മുസ്ലിം ലീഗ് ഇതുവരെ എത്ര മന്ത്രിസ്ഥാനം വേണമെന്നോ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗ് പറയാത്ത ഒരു കാര്യത്തിൽ ഘടകകക്ഷി, രണ്ടാമത്തെ കക്ഷി എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഇവിടെ ഹൈക്കമാൻഡ് തന്ന നേതാവിന്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ ഈ 5 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു, ആ നേതാവിന് അർഹതയുണ്ട് എന്ന് പറയാൻ അർഹതയുണ്ടെന്നേ, അത്രയേ ഉള്ളൂ. ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന് മുസ്ലിം ലീഗ് പറഞ്ഞു. അത് മുസ്ലിം ലീഗിന് പറയാൻ അർഹതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ മലയാളം. പക്ഷേ മുസ്ലിം ലീഗിന് 22 സീറ്റേ ഉള്ളൂ, 63 സീറ്റ് കോൺഗ്രസിനാ.
കോൺഗ്രസ് മുഖ്യമന്ത്രിയെ കുറിച്ചാണ് പറഞ്ഞത്, ലീഗിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് എല്ലാവരും ആവശ്യപ്പെട്ടല്ലോ. അതുകൊണ്ട് അതിങ്ങനെ ലീഗ് പറയുക കോൺഗ്രസിന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് ലീഗിന് സ്വതന്ത്രമായ ഒരു അഭിപ്രായം തീരുമാനമെടുക്കാൻ പറയാൻ പോലും അർഹതയുണ്ട് സമ്മതിക്കാതെയുള്ള ഉള്ളതുകൊണ്ടാണല്ലോ സമ്മർദ്ദം ലീഗിൽ നിന്നുണ്ടായിട്ടുണ്ട്. സമ്മർദ്ദം എന്നുള്ളത് ലീഗിൽ നിങ്ങളുടെ നിന്നുണ്ടായിട്ടുണ്ട്. വാക്കാണ്. ഭീഷണിയായിരുന്നു. തങ്ങളുടെ ഭീഷണിയായിരുന്നു. അഭിപ്രായം ഭീഷണിയായിരുന്നു ചോദിക്കുന്നത് താങ്കളുടെ വാദമാണ്. അല്ലല്ല, ഭീഷണിയായിരുന്നു. താങ്കളുടെ വാദമാണ്. താങ്കളുടെ വാദമാണ്. ഭീഷണിയായിരുന്നു. താങ്കളുടെ അഭിപ്രായം ശരി, എന്താണ് സോണിയാഗാന്ധി ചോദിക്കുന്നത്? Meet the editors.